ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്യൂട്ട് കലണ്ടർ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഫാബ്രിക്കിൻ്റെ പെയിൻറ്റ് വേണം, പിന്നെ വേണ്ടത് ഫെവിക്കോളാണ്, പിന്നെ വേണ്ടത് കത്രികയാണ്, പിന്നെ പെൻസിൽ, റബ്ബർ മെയിനാണ്, പിന്നെ വേണ്ടത് A4 ഷീറ്റ് പേപ്പറാണ്. ഇത് ഞാൻ ഇങ്ങനെ മടക്കിയതാട്ടോ, ഇങ്ങനെ കാണിക്കുന്ന പോലെ മടക്കി സെറ്റാക്കിയതാണ്. പിന്നെ ഇതൊരു കാർഡ്ബോർഡാട്ടോ, എന്ന് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കൽ. നമ്മൾ തുണി എന്തെങ്കിലും മേടിക്കുന്നത് അകത്തുള്ളൊരു കാർഡ്ബോർഡില്ല, അത് മേടിക്കുക. ഇതൊക്കെ മതി. പിന്നെ സ്കെയിലും സ്റ്റിക്കർ വേണം. കവായി സ്റ്റിക്കറാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്, ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ഇത്രയ്ക്ക് സാധനം കൊണ്ട് നമുക്കൊരു ക്യൂട്ട് കലണ്ടർ ഉണ്ടാക്കിയെടുക്കാം. ഇത്ര വലിയ സ്കെയിലൊന്നും നമുക്ക് വേണ്ട, നമുക്ക് കുറച്ച് സ്കെയിലൊക്കെ മതി. പക്ഷേ ഞാനത് കണ്ടില്ല, അപ്പോൾ ഞാൻ വലിയ സ്കെയിലെടുത്തു. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കിയെടുക്കാൻ നല്ല പാടുപെട്ടു ഞാൻ. ഇത്ര വലുത് വേണ്ട കേട്ടോ, കൊച്ചിത് മതിയേ. പിന്നെ ഉണ്ടാക്കുന്ന കുറച്ച് വലിയതായിട്ടാണ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഫെവിക്കോൾ ഒട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതെടുത്തു, ഗ്ലൂ കണ്ണെടുത്തു. അതെടുത്ത് ഒട്ടിക്കാൻ നോക്കി. കുറേ നേരം വെച്ച് കേട്ടോ, അതൊന്ന് മെൽട്ടാവുന്ന നേരത്തെ കണ്ടു പച്ച ലൈറ്റൊക്കെ കത്തും. ഞാൻ വൻ ശോകത്തിലായിരുന്നു ഗൈസ്. കുറേ നേരം നോക്കി, അത് ഉണങ്ങി. ഏതോ ഒട്ടിക്ക് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതോ പെട്ടെന്നങ്ങ് ഉണങ്ങിപ്പോയി. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. അപ്പം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്തായാലും ഇതുകൊണ്ട് ഒട്ടത്തില്ല. ഞാനിപ്പം ഗ്ലൂ കൊണ്ടും ടേപ്പും കൊണ്ടുമാണ് ഒട്ടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഒട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ ഗ്ലൂ എടുത്തപ്പോഴത്തേക്കും കുറേ വീണു. പിന്നെ അതൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചു. പിന്നെ അത് ഒട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും സെലോ ടേപ്പൊക്കെ എടുത്ത് ഒട്ടിച്ചു. കുറേ എണ്ണം ഒട്ടിച്ചിട്ടാണ് അതൊന്ന് ഇരുന്നത്. അപ്പോഴത്തേനും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചു. അപ്പോഴത്തേനും നമുക്ക് കലണ്ടർ ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മളെടുത്ത പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ സ്ക്വയർ റെക്റ്റാങ്കിൾ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കലണ്ടർ, നമ്മുടെ ഫോണിൽ കലണ്ടർ എന്ന് പറയുന്ന ആപ്പ് കാണും, അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫോണിലും കാണുന്നതാണ്. എന്നിട്ട് അത് നമ്മൾ എഴുതിയെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം എഴുതിയെടുത്തു. പിന്നെ ഞാൻ വൃത്തിയുള്ളതൊക്കെ മായ്ച്ചൊക്കെ ഞാൻ നോക്കുകയാണ്, ഇതിൽ വൃത്തികേട് ഉണ്ടോയെന്ന്. ഇനി അടുപ്പിച്ച് എഴുതുവാണോ എന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതൊക്കെ മായ്ച്ച് ഫുൾ സെറ്റ് ചെയ്തു. അപ്പം നല്ല പാട് കേട്ടോ ഇതെല്ലാം. പിന്നെ ഞാൻ ബ്ലാക്ക് പെന്ന് അപ്പാട്ടോ, ഇത് ബ്ലാക്ക് പെൻ കിട്ടിയില്ല. പിന്നെ ഒരു ലെക്സിയുടെ ഒരു ജെൽ പെന്നു കൊണ്ട് ബ്ലൂ കൊണ്ട് ഞങ്ങോട്ട് എഴുതി കേട്ടോ. എല്ലാ നമ്പറും ഞാൻ അങ്ങനെ എഴുതി വെച്ചു. എല്ലാം കലണ്ടറും അതേപോലെ ഞാൻ ചെയ്തു. അപ്പം ഇത് ഞാൻ രാത്രി പിന്നെ ചെയ്തില്ല, മടിയായതുകൊണ്ട്. പിന്നെ ഞാൻ നാളെ അടുത്ത ദിവസം രാവിലെ എണീച്ച് രാവിലെ ആട്ടോ. അപ്പം അത് നമുക്ക് പെയിൻ്റ് അടിക്കാൻ എനിക്ക് മടിയാണ്, അതുകൊണ്ട് ഞാൻ ബ്രഷ് പെൻ എടുത്തു. ബാക്കിയുള്ള സാധനമെല്ലാം ഞാൻ ഒട്ടിച്ചു കേട്ടോ. അതൊക്കെ ഞാൻ രാത്രി ചെയ്തു. പിന്നെ ഫോണിൽ ചാർജൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ബ്ലൂ പേസ്റ്റൽ ബ്രഷും കൊണ്ട് ഇങ്ങനെ ഫുൾ ഫില്ല് ചെയ്ത് കേട്ടോ. കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു. പെയിൻറ്റ് കുറച്ചുകൂടി ഈസിയാണ്, ബട്ട് എനിക്കിതൊക്കെ കിടന്ന് കുഴയ്ക്കണം. എൻ്റെ കയ്യിൽ പേസ്റ്റൽ കളറില്ല. പിന്നെ ഞാൻ പിങ്ക് ബ്രഷ് പെന്നും കൊണ്ട് 2025 എന്ന് എഴുതിയ ശേഷം കട്ട് ചെയ്തെടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതെല്ലാം ഒട്ടിച്ച് സെറ്റാക്കി. പിന്നെ ഗ്ലൂ ഒക്കെ എടുത്ത് ഇങ്ങനെ തേച്ച് ഫുള്ള് സെറ്റാക്കി. ഗ്ലൂവിൻ്റെ അടപ്പ് അവിടെ നിന്ന് ഇങ്ങനെ ഗ്ലൂ വരുന്നില്ല, അപ്പോൾ ഞാൻ ബ്രഷ് എടുത്ത് കുത്തി ഇളക്കിയിട്ട് അയച്ചു. പിന്നെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു, കാരണം നല്ല ഭംഗി, ഫുൾ എംപ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കുറേ സ്റ്റിക്കർ അങ്ങനെ 4-5 നോക്കി കവായും അങ്ങനെ എല്ലാതും ഒട്ടിച്ചു. അപ്പം ഫൈനൽ ലുക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.